അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയുന്നത് മഹാനായ സ്വഹാബി വര്യൻ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഇസ്ലാമിനു വേണ്ടി രണാങ്കണത്തിലിറങ്ങിയ ആദ്യത്തെ കുതിരപ്പടയാളിയായിരുന്നു മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അസ്അദ് ഇബ്നു അബ്ദി യഊസിൻ്റെ വളർത്തുപുത്രനായിരുന്ന അദ്ദേഹത്തെ അസ്അദിൻ്റെ പുത്രൻ മിഖ്ദാദ് എന്നായിരുന്നു വിളിച്ചു വന്നിരുന്നത്. ഇസ്ലാം ദത്തെടുക്കൽ സമ്പ്രദായം നിരോധിച്ചതോടെയാണ് തൻ്റെ പിതാവായ അംറിലേക്ക് മിഖ്ദാദ് ഇബ്നു അംർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഇസ്ലാമിൻ്റെ പ്രാരംഭ സേവകരിൽപ്പെട്ട അദ്ദേഹം ബദർ യുദ്ധ രണാങ്കണത്തിൽ തുല്യതയില്ലാത്ത ധീരത പ്രകടിപ്പിച്ചിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പല യുദ്ധരംഗങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. രണാങ്കണത്തിൽ അദ്ദേഹത്തോടു കൂടി നിൽക്കുന്നത് എനിക്ക് വളരെ സംതൃപ്തിയായിരുന്നു. മുസ്ലിങ്ങൾ അവരുടെ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി ത്യാഗത്തിൻ്റെ തീച്ചൂളയിലൂടെ പ്രയാണം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ മുൻപന്തിയിലുണ്ടായിരുന്നു. അവർ ആദ്യമായി ആയുധങ്ങളുമേന്തി ശത്രുക്കളുടെ മുമ്പിലേക്ക് ഇറങ്ങിയത് ബദർ യുദ്ധ രണാങ്കണത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളെ വിളിച്ചു വരുത്തി അഭിപ്രായമാരാഞ്ഞു. ശക്തനായ ശത്രുവിൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും മനക്കരുത്തും പരിശോധിക്കുകയായിരുന്നു നബി തങ്ങളുടെ ഉദ്ദേശം. മുഹാജിറുകളും അൻസ്വാരികളും നബി തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളും അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട ശേഷം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങയുടെ അഭിപ്രായമനുസരിച്ച് നീങ്ങുക, ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ടാകും. ഇസ്രായേൽ സന്തതികൾ അവരുടെ പ്രവാചകനായ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീയും നിൻ്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങളിവിടെ ഇരിക്കാം. അതുപോലെ ഞങ്ങൾ ഒരിക്കലും അങ്ങയോട് പറയുകയില്ല നബിയെ. അവിടുന്ന് എങ്ങോട്ട് നയിച്ചാലും ഞങ്ങൾ സന്നദ്ധരാകുന്നു. അങ്ങയുടെ ഇടവും വലവും മുമ്പും പിമ്പും നിറഞ്ഞു നിന്ന് ഞങ്ങൾ സമരം ചെയ്യാം. അല്ലാഹു തആല നമുക്ക് വിജയം നൽകുന്നത് വരെ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ സന്തുഷ്ടനാക്കി. അദ്ദേഹത്തിനു വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വഹാബികളിൽ ആവേശം ജനിപ്പിച്ചു. അൻസ്വാരികളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ അങ്ങയെ കൊണ്ട് വിശ്വസിച്ചു. അവിടുത്തെ വചനം സത്യമാണെന്ന് സാക്ഷി നിൽക്കുകയും ചെയ്തു. നാം തമ്മിൽ ചില പ്രതിജ്ഞകളും കരാറുകളും കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് ഒട്ടും സംശയം വേണ്ട. അവിടുന്ന് ഉദ്ദേശിച്ചിടത്തേക്ക് ഞങ്ങളെ നയിച്ചോളൂ. ഞങ്ങൾ അങ്ങയുടെ കൂടെ വരിക തന്നെ ചെയ്യും. അങ്ങൊരു സമുദ്രത്തിൻ്റെ അഗാധതയിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ ഞങ്ങളും കൂടെ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഒരാളും ശത്രുവിനെ ഭയന്ന് പിന്തിരിഞ്ഞോടുന്നതല്ല. ഞങ്ങൾ യുദ്ധമുഖത്ത് ക്ഷമാശീലരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. യുദ്ധക്കളത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൺകുളിർക്കെ പൊരുതുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. തൻ്റെ സന്തുഷ്ടരായ അനുയായികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടു. 3 കുതിരപ്പടയാളികൾ മാത്രമായിരുന്നു അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, മർസദ് ഇബ്നു അബി മർസദ് റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു ആ 3 സ്വഹാബിമാർ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു വലിയ തത്വജ്ഞാനിയും ബുദ്ധിമാനുമായിരുന്നു. പരിചയസമ്പന്നതയും അനുഭവങ്ങളും തൻ്റെ തത്വജ്ഞാനങ്ങൾക്ക് ആഴവും വ്യാപ്തിയും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സഹായമാവുകയും ചെയ്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ഒരു സംഘത്തിൻ്റെ അമീറായി നിയോഗിച്ചു. അദ്ദേഹം മടങ്ങി വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നേതാവായപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മിഖ്ദാദേ? മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേതാവായി നോക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും മുകളിലും എല്ലാവരും എൻ്റെ താഴെയുമാണെന്ന് എനിക്ക് സ്വയം തോന്നി പ്രവാചകരെ. അല്ലാഹുവാണേ സത്യം, ഇനിയൊരിക്കലും ഞാൻ നേതൃത്വം ഏറ്റെടുക്കുന്നതല്ല. ഒരിക്കൽ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, അങ്ങെത്ര ഭാഗ്യവാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകരുമായി നേരിൽ കണ്ട് സഹവസിക്കാനും സഹായം നൽകാനും സാധിച്ചവരാണ് താങ്കൾ. ഞാൻ ആ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എത്ര ഭാഗ്യവാനായിരുന്നു. അങ്ങയെപ്പോലെ രണാങ്കണത്തിലിറങ്ങി യുദ്ധം ചെയ്തു എനിക്കും പുണ്യം നേടാമായിരുന്നല്ലോ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അക്കാര്യം എങ്ങനെ നീ ഉറപ്പിക്കും? ആ തീക്ഷ്ണമായ പരീക്ഷണഘട്ടങ്ങളിൽ കാലിടറാതെ വിജയിക്കാൻ നിനക്ക് സാധിക്കുമെന്നതിന് എന്തുറപ്പാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമകാലീനനായതുകൊണ്ട് അള്ളാഹു നരകത്തിൽ നിന്ന് വിമുക്തനാക്കുമോ? ഒരു പരീക്ഷണത്തിനും വിധേയനാകാതെ സത്യവിശ്വാസികളായി അല്ലാഹു തആല നിങ്ങളെ ഈ കാലഘട്ടത്തിൽ ജനിപ്പിച്ചതിനല്ലേ നിങ്ങൾ അവനെ സ്തുതിക്കേണ്ടത്. ഇസ്ലാമിനോടും പ്രവാചകരോടും നിസ്തുലമായ സ്നേഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മദീനയിൽ അനാശാസ്യമായ വല്ല ഒച്ചപ്പാടുകളും ഉണ്ടായാൽ ഉടനെ വാളുമെടുത്ത് അദ്ദേഹം നബി തങ്ങളുടെ അരികിലേക്ക് ഓടുമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹരക്ഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിൽ തനിക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ബോധവാനായിരുന്നു. തൻ്റെ സ്നേഹിതന്മാരിൽ നിന്നുണ്ടാകുന്ന പാകപ്പിഴവുകൾ പോലും അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു സൈന്യസംഘത്തിൽ അംഗമായി പുറപ്പെട്ടു. ശത്രുക്കളുടെ പിടിയിൽ അകപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രസ്തുത സംഘത്തിൻ്റെ അമീർ കർശനമായി ചില നിബന്ധനകൾ തൻ്റെ അനുയായികളുടെ മേൽ ചുമത്തി. അവരിൽ നിന്ന് ഒരാളിൽ നിന്ന് ചെറിയ ഒരു പാകപ്പിഴവ് പ്രകടമായി നേതാവ് അദ്ദേഹത്തെ കഠിനമായി ശിക്ഷിച്ചു. വേദനയേറ്റ് കരയുന്ന അയാളെ മിഖ്ദാദ് തങ്ങൾ കണ്ടു. വിവരമന്വേഷിച്ചു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ അയാൾ ശിക്ഷ അർഹിക്കുന്നുണ്ടായിരുന്നില്ല. അമീറിനെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയ ശേഷം നിരപരാധിയെ ശിക്ഷിച്ചതിന് സ്വയം ശിക്ഷ അനുഭവിക്കാൻ അമീറിനോട് തയ്യാറെടുക്കാൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരാതിക്കാരനോട് പ്രതികാരം ചെയ്യാനും. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം സത്യമാണെന്ന് ബോധ്യമായ അമീർ അതിന് സന്നദ്ധനായി. എങ്കിലും പരാതിക്കാരൻ അമീറിന് മാപ്പ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മിഖ്ദാദേ, നിന്നെ സ്നേഹിക്കാൻ അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഹിജ്റ 33-ാമത്തെ വർഷം തൻ്റെ 70-ാമത്തെ വയസ്സിൽ മദീനയിൽ വഫാത്തായി. ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാനവറുകളോടൊപ്പം സുബലോക സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഒരുപാട് സ്വഹാബി വര്യന്മാരുടെ മഹാന്മാരുടെ ചരിത്രകൾ കേൾക്കാനും അവരുടെ മദദ് കരസ്ഥമാക്കാനും നമുക്കേവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.